കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കുവാനും ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലെയും പ്രഭാതത്തിലെ ധ്യാനം നിങ്ങൾക്കേവർക്കും അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലരും എന്നെ വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം വിശ്വസ്തയോടെ ഈ പ്രവർത്തനം ചെയ്യുവാൻ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആയതിനായി ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ യാക്കോബ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് തൻ്റെ ലേഖനത്തിലൂടെ പങ്കിടുന്നത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന നാനാവിധമായ പരീക്ഷകളെ ഓർത്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് താൻ സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് യാക്കോബ് അപ്പോസ്തലനിൽ നൽകിയ ആ പ്രേരണയ്ക്കനുസരിച്ചാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. താൻ ആദ്യം വിളിക്കുന്നു, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ കൂടപ്പുറപ്പായിട്ടുള്ളവരെ, കൂടെ കർത്താവിനെ സേവിക്കുന്നവർ, ആരാധിക്കുന്നവർ ആയിട്ടുള്ളവരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. എല്ലാവരും പരീക്ഷകളിലൂടെ കടന്നു പോകുന്നു. നമുക്കറിയാവുന്ന പോലെ പരീക്ഷ എന്ന് പറയുന്നത് ദോഷങ്ങളല്ല ദൈവം നമ്മളിൽ അനുവദിക്കുന്നത്, മറിച്ച് അതെല്ലാം തന്നെ നമുക്ക് നന്മയ്ക്കായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ പരീക്ഷകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് 3-ാം വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. താൻ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് സംഭവിക്കുന്നത്. എന്തിനാണ് വിശ്വാസം പരിശോധിക്കുന്നത്? കാരണം ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ, അവൻ്റെ ജീവിതത്തിൽ ആത്മീയ വിജയം അവന് ഉണ്ടാകുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ അളവിന് അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മെ എപ്പോഴും ദൈവം നമ്മളുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ ചില അവസരങ്ങൾ ജീവിതത്തിൽ നൽകാറുണ്ട്. പത്രോസിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ നോക്കിക്കേ, നമ്മെ പരീക്ഷയിൽ അകപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു വ്യക്തതയോട് പറയുന്നു, നമുക്ക് വേണ്ടി താൻ അപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിശ്വാസത്തിൽ നിന്നും നമ്മൾ പതറിപ്പോകാതിരിക്കുവാൻ. അബ്രഹാമിനെ പരീക്ഷിച്ച പരീക്ഷ നമുക്കറിയാം. പുത്രനെ ഇസ്ഹാക്കിനെ തന്നെ ഹോമയാഗം കഴിക്കുവാൻ ദൈവം പരീക്ഷിച്ചു. അത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ആ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ തെല്ലും അബ്രഹാം പതറിയില്ല. മറിച്ച് ആ പരിശോധനയിൽ താൻ സ്ഥിരതയുള്ളവനായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഒട്ടും ചഞ്ചലിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി നമുക്ക് അബ്രഹാമിനെ കാണുവാൻ സാധിക്കുന്നു. ഇനി ആ വിശ്വാസത്തിൻ്റെ ആ പരിശോധന തൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശക്തനായി തീരുവാൻ അബ്രഹാമിനെ ഇടയാക്കി തീർത്തു. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന ഒരുപക്ഷെ നമുക്ക് വളരെ പ്രയാസകരമേറിയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമായിരിക്കാം. പക്ഷേ നാം ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മോടുകൂടെയുണ്ട്. യേശു പത്രോസിനോടുകൂടി ഉണ്ടായിരുന്നു. ദൈവം അബ്രഹാമിനോടുകൂടി ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? അബ്രഹാം മോറിയ മലയിലേക്ക് തൻ്റെ മകനുമായി യാഗത്തിനു വേണ്ടി കടന്നില്ലുമ്പോൾ, അബ്രഹാം ഏതൊരു വിഷയത്തിലാണോ വിശ്വാസത്തിൻ്റെ പരിശോധന നേരിട്ടത്, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ആ മോറിയ മലയുടെ അങ്ങേ വശത്തു നിന്നും ആരംഭിച്ചിരുന്നു. എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് ഒരു മറുപടിയുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ അത് സന്തോഷം എന്ന് നാം എണ്ണണം. വിശ്വാസത്തിൻ്റെ പരിശോധന
ഇതെനിക്ക് ദൈവം നൽകിയതാണ്, അല്ലെങ്കിൽ ദൈവം എന്നോടുകൂടെയുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി, അതാണ് നമുക്ക് അബ്രഹാമിൽ കാണാൻ സാധിക്കുന്നത്. താൻ അധികാരത്തെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ആ മോറിയ മലയിലേക്ക് അബ്രഹാം പുറപ്പെടുകയാണ്. സ്ഥിരതയ്ക്ക് തക്കതായ പ്രവൃത്തി. നോക്കിക്കേ, പതറി നിൽക്കുന്ന ഒരു അബ്രഹാമിനെയല്ല കാണുന്നത്, മറിച്ച് ദൈവം ആവശ്യപ്പെട്ടതിന് ഒരുങ്ങുന്ന ഒരു അബ്രഹാം. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടെ, കൃത്യതയോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ വചനത്തിനായി നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന, അവർ അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവാനും സ്ഥിരതയ്ക്ക് തക്ക പ്രവൃത്തി അവരിലുണ്ടാകുവാനും അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.